അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വലയുന്ന പത്തനംതിട്ട ജില്ലയിലെ മണ്ണീറ വടക്ക് പ്രദേശത്തെ ആദിവാസി വിഭാഗങ്ങളുടെ ദുരവസ്ഥയിലേക്കാണ് ഇനി ഹലോ മലയാളം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ചെറിയൊരു മഴയൊക്കെ പെയ്താൽ പോലും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിലനിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിർമ്മിച്ച നടപ്പാലം അത് 7 നിമിഷം വേണമെങ്കിലും നിലം പൊത്താം എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പുതിയൊരു പാലം വരണം എന്നൊരാവശ്യത്തിന് ഇപ്പോൾ കാലങ്ങൾ കുറേയായി പഴക്കം വന്നിട്ടുണ്ട്. എങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും അവിടുത്തുകാർക്കുണ്ട്. നമുക്ക് കാണാം അവിടുത്തെ ദുരവസ്ഥ എന്താണെന്ന്, അവിടുത്തുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന്. ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യുന്ന കുറേ മനുഷ്യർ, ചെറിയ മഴ പെയ്താൽ പോലും ഒരാഴ്ചയോളം സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾ, കോന്നി മണ്ണീറയിലെ ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന ദുരിതമാണിത്. അവരുടെ നേർ യാഥാർത്ഥ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. ആനയും പുലിയും കടുവയുമടക്കം എല്ലാ വന്യമൃഗങ്ങളെയും ഭയന്നുള്ള ജീവിതം. വന്യമൃഗങ്ങളോടുള്ളതിനു പുറമെ ജീവിത പ്രാരാബ്ധങ്ങളോടും അടിച്ചമർത്തലുകളോടുമുള്ള ഭയം. ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് മണ്ണീറയിലെ ആദിവാസി കുടുംബങ്ങളും ഇതേ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ജില്ലയിലെ മലയോര മേഖലകളിൽ ചെറിയ മഴ പെയ്താൽ ഒറ്റപ്പെടുന്ന മനുഷ്യർ, ആഴ്ചകളോളം സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾ, ഇതാണ് അവസ്ഥ. വർഷങ്ങൾക്ക് മുൻപ് പണിത നടപ്പാലം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സാഹചര്യം. പാലമെങ്കിലും പുതുക്കി പണിതു തരാൻ പരാതി പറയാത്ത സ്ഥലങ്ങളില്ല. മഴയില്ലാത്തപ്പോൾ തോട് മുറിച്ചു കടക്കാം. മഴ പെയ്ത് ഒരാൾ പൊക്കത്തിൽ വെള്ളം കുത്തിയൊലിക്കുമ്പോഴോ ഇതുപോലെ പാലത്തെ കയറിയപ്പം തല കറങ്ങി ഞാൻ പാലത്തിന് താഴെ വീഴാൻ തുടങ്ങി. വെള്ളം ഇങ്ങനെ പാലത്തിന് കീഴി ഇങ്ങനെ കൊണ്ടങ്ങ് ഇരിക്കുക. തല കറങ്ങി വീഴാൻ തുടങ്ങി ഞാൻ. പിന്നെ അവിടുന്ന് ഞാൻ ഇരുന്ന് ആ പാലത്തിൽ കൂടെ പിടിച്ച് താഴെ വന്നിറങ്ങിയത്. എനിക്ക് പോകാനോ വരാനോ ഒന്നും പറ്റത്തില്ല ഇതിനകത്ത്. പിള്ളേർക്ക് പാനും ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും റേഷൻ കടയിൽ പാനും ആശുപത്രിയിൽ പോകാനും ഏത് കാര്യത്തിനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇതുവരെയും നടന്നിട്ടില്ല. ഓരോ മഴക്കാലം കഴിയുമ്പോഴും പുതിയ പാലം നിർമ്മിക്കാമെന്ന പാഴ് വാഗ്ദാനം നൽകും. ഈ മനുഷ്യർ അടുത്ത മഴക്കാലത്തെ ഭയന്ന് ഇവിടെ തുടരും. പ്രായമായവരും കുട്ടികളുമടക്കം നിരവധി ആളുകൾ മണ്ണീറയിലുണ്ട്. എല്ലാവരുടെയും ആവശ്യം പുതിയ പാലമാണ്. ഈ പാലം പണിഞ്ഞിട്ട് 20 കൊല്ലമായി. ഈ 20 കൊല്ലം ആയിട്ടും അവർ ആ പാലം പണിഞ്ഞു പോയാലും തിരിഞ്ഞ് ഇതുവരെ ഇങ്ങോട്ട് നോക്കിയിട്ടില്ല. മൊത്തം തുരുമ്പിച്ച് പൊടിഞ്ഞു പോയി. നേതാക്കന്മാരും മെമ്പർമാരും എല്ലാം വോട്ടിൻ്റെ സമയത്ത് വരും. വോട്ട് കിട്ടിക്കഴിയുമ്പം പിന്നെ അവർ തിരിഞ്ഞ് ഈ കുളത്തിലോട്ട് നോക്കത്തില്ല. അതിപ്പോൾ ഞങ്ങൾ ആദിവാസികളായതുകൊണ്ടാണ്, അറിവില്ലാത്തവരാണെന്ന് കണക്ക് കൂട്ടിയിട്ടാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഭാരതത്തിൻ്റെ ചൂട് മൊത്തം ഇളയിരിക്കുന്നതുകൊണ്ട് പിള്ളേരെ കൂടി വിടാൻ ചിലപ്പം 2-3 ദിവസമൊക്കെ വിടാതിരുന്ന ദിവസമൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വലിയ കുത്തി ഒലിച്ചിട്ട് വരുന്ന വെറുതെ പാലം കൂടെ ഇളകി പോകുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴാണെന്ന് ഞങ്ങൾക്കൊന്നും പറയാനൊക്കത്തില്ല. ആ പാലം തുരുമ്പായിരിക്കും, ഞങ്ങൾ പേടിച്ചൊക്കെ പോകുന്നത്, നടക്കാൻ പറ്റത്തില്ല. വന്യമൃഗശല്യവും പ്രദേശത്ത് പതിവാണ്. രാത്രിയിൽ മലവെള്ളത്തെയും വന്യമൃഗങ്ങളെയും ഒരുപോലെ ഭയന്ന് ഉറങ്ങാതെയിരുന്ന ഓർമ്മകൾ ഇവിടെ എല്ലാവർക്കുമുണ്ട്. പല പദ്ധതികളും ഇവിടേക്ക് എത്തുന്നില്ല എന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. മഴ കനക്കുമ്പോൾ ഈ മനുഷ്യരുടെ ഉള്ളിൽ തീയാണ്. ഇരുപത് വർഷം മുൻപ് പണിത പാലം പണി പൂർത്തിയായ ശേഷം അറ്റകുറ്റപ്പണികൾക്കായി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. മഴക്കാലം ശക്തമായാൽ മണ്ണീറയിലെ ആദിവാസി വിഭാഗങ്ങൾ ഒറ്റപ്പെടുന്നതിൻ്റെ കാരണം ഈ പാലത്തിൻ്റെ അവസ്ഥയാണ്. ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.